ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ ഗൈസ്. നമ്മുടെ ജാക്ക് പോയിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു ഗൈസ്. ഇപ്പം നമ്മളാണ് ഇവിടെ നിന്ന് ഭരിക്കുന്നത് ഗൈസ്. ഈ പേര് ജാക്കിൻ്റെയാണ്. ഇത് നമ്മൾ പൈസ കൊടുത്ത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും ഗൈസ്. പിന്നെ നമ്മൾ ഇനി മുതൽ ഇവിടെയായിരിക്കും ഗൈസ്. ഞാൻ ജാക്കിൻ്റെ ഒരു ഒറ്റ സുഹൃത്തായ അവനാണ് ഗൈസ്. ഏതായാലും പൈസ കൊടുത്ത് ഞാൻ ഈ വീട് വാങ്ങും. അവൻ അവിടെ എന്തോ നോക്കാൻ പോയിക്കാണ്. അവൻ അവിടെ വീടെടുത്തോളും ഗൈസ്. ഏതായാലും നമുക്ക് ഷിൻചാനെ പോയി വിളിച്ചട്ടെ. ഷിൻചാനെ, ഷിൻചാൻ നീ എവിടെടാ? ഷിൻചാനെ നീ എവിടേക്കാ പോയിക്കണ്? ഈ ഷിൻചാൻ എവിടെ ഗൈസ്? അവനെ കാണാനില്ലല്ലോ. ഷിൻചാനെ, ഇതാരെ വിളിച്ചണ്? ഹലോ, ഇതാരാണെന്ന് നീ ചോദിക്കാൻ നിൽക്കണ്ട. നിന്റെ ഷിൻചാൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. എനിക്ക് ഷിൻചാനാവാണെങ്കിൽ 1 കോടി തന്നാൽ മാത്രമേ തരൂ. എവിടേക്ക് എത്തേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഒരു ഫോറസ്റ്റിൽ കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിലേക്കാണ് എത്തേണ്ടത്. ഷിൻചാനെ തട്ടിക്കൊണ്ടേക്കാണല്ലോ ഗൈസ്. എൻ്റെ കയ്യിലാണെങ്കിൽ 1 കോടിയൊന്നുമില്ല. നമുക്ക് ജോസേട്ടാണ് ചോദിച്ചേക്കാം. ജോസേട്ടാ, നിങ്ങളുടെ കയ്യിൽ 1 കോടി ഉണ്ടോ? കോടി എടുക്കാനുണ്ടോ? അയ്യോ, എൻ്റെ കയ്യിൽ 1 കോടിയൊന്നുമല്ലടാ. എന്തിനാണ് എനിക്കൊരു കോടി? ഷിൻചാനെ തട്ടിക്കൊണ്ട് ആരോ. അവനെ കാണാനല്ല രാവിലെ ഞാൻ നോക്കിയപ്പോൾ. ഇനി എന്താ കാട്ടും? എൻ്റെ കയ്യിലാണെങ്കിൽ 1 കോടിയൊന്നുമില്ല. 1 കോടിയൊന്നും വേണ്ട. ഞാൻ ഏതായാലും ആ സ്ഥലത്തേക്ക് പോയോക്കടെ. 1 കോടി വീടും വണ്ടിയൊക്കെ ഉണ്ടെഴുതി എൻ്റെ കയ്യിൽ കോടികളോ? 5 പൈസ എൻ്റെ കയ്യിലില്ല. ഏതായാലും കേസ് ഞാൻ അവിടെ പോയി കണ്ട് അവരുടെ മുന്നിൽ ഞാൻ യുദ്ധം ചെയ്യാൻ പോകും കേസ്. യുദ്ധം ജയിച്ച് ഞാൻ ഷിൻചാനെ ഞാൻ കൊണ്ടുവരും കേസ്. അല്ലാതെ 1 കോടിയും കൊടുത്തൊന്നും ഞാൻ കൊണ്ടുവരില്ല. അവൻ ആയാന്ന് എനിക്കറിയണ്ട. ഞാൻ പോയി അവനെ പോയി ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ പോകും കേസ്. എല്ലാവരും ലൈക്ക് ചെയ്തോളൂ കേസ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തോളൂ കേസ്. അതിൽ കേസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് തന്നെയാണ് അവൻ പറഞ്ഞത്. ഈ ഫോറസ്റ്റ് തന്നെയാക്കരും കേസ്. അവിടെ ദൂരത്ത് എന്തോ ബിൽഡിങ് ഇറക്കുന്നുണ്ട്. ബിൽഡിംഗ് അല്ല, ഒരു കെട്ടിടം, പയ്യൊരു കെട്ടിടം. ആ കെട്ടിടം തന്നെ ആയിക്കരും. ഏതായാലും നമുക്ക് പോയൊക്കെ കേസ്. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇത് എവിടെ ഇപ്പോൾ വണ്ടി നിർത്തിയിടുക കേസ്? ഇത് ഫുൾ കാടാണല്ലോ കേസ്. ഞാൻ ഇവിടെ ഈ പേരെ കണ്ടിരുന്നു, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇത് നോക്കിയിട്ടില്ല. ഏതായാലും ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്കരം ഷിൻചാനെ തട്ടിക്കൊണ്ട് നിൽക്കുക. ഇതിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം. പക്ഷെ ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ പോവാ? എവിടെ ഇപ്പോൾ ഇതിൻ്റെ വജ്ജ്? വേഗം പോയോക്കട്ടെ. ഇവിടെ ഒരു വജ്ജുണ്ട്. ഇതിവിടെ പോയോക്കാം നമുക്ക്. ഈ കോണി കയറിയിട്ട് തന്നെയാക്കരം അവന്മാരില്ലത്. അവിടെ ഷിൻചാനെ, ഇവന്മാരൊക്കെ ആരാടാ? ഇനി ആരെ തട്ടിക്കൊണ്ടത്? നീ ആരാടാ? ഷിൻചാൻ നിൻ്റെ ആരാണടാ? അവനൊന്നും വിട്ടുതരാൻ പറ്റില്ല. ഷിൻചാൻ എൻ്റെ സുഹൃത്താണ്. നീ എന്നോട് സംസാരിക്കുന്നു? എതിർത്ത് സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങളൊക്കെ ഞാൻ വെറുതെ വിടില്ല. എടാ, എന്നാ എല്ലാത്തിനും നീ എന്നെ അടിക്ക വരുന്നു. എന്നാൽ നിന്നൊക്കെ ഞാൻ വെറുതെ വിടില്ലടാ. ഞാൻ പിടിച്ചോ, എല്ലാത്തിനും അങ്ങ് വെച്ചടാ. എന്നാ ഒക്കത്തിന് പപ്പട സൂട്ടാക്കി ഞാൻ അടിച്ചു. എന്നാ പിടിച്ചോ. എല്ലാതും എന്നോട് കളിക്കാൻ നിൽക്കുന്നു നിങ്ങളൊക്കെ. വെറുതെ വിടില്ല ഞാനൊക്കെ. ഷിൻചാനെ, നമുക്കിനി ബാമ്പ് പോകാൻ പോലീസാണ്. തന്നെ ഇവന്മാരിൽ ആരാണ് എന്നെ തട്ടിക്കൊണ്ടത്? അവൻ എവിടെയാണെങ്കിലും ശരി, അവനെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ ഇടിച്ച് പപ്പട സൂട്ടാക്കും. ഏതായാലും ഷിൻചാനെ, നമുക്ക് ഏതായാലും വീട്ടിലേക്ക് പോകാം. അവന് എൻ്റെ മുന്നിൽ വന്നാണ്ടല്ലോ, അവനക്കുള്ള പണി ഞാൻ കൊടുത്തോണ്ട്. വേമ്പാ
എന്നോട് കളി. എൻ്റെ ഷിൻചാനെ തട്ടിക്കൊണ്ടുപോയി അവർ. വെറുതെ വീടില്ല ഷിൻചാനെ. ഞാൻ പോയതാലും നമുക്ക് വീട്ടിലേക്ക് പോകാതാലും. നീ ഷിൻചാനെ രക്ഷപ്പെടുത്തിയോ? ഞാനാണ് ഷിൻചാനെ തട്ടിക്കൊണ്ടുപോയത്. ഓ അപ്പം നീയാണല്ലേ ഷിൻചാനെ തട്ടിക്കൊണ്ടുപോയത്? എടാ ഷിൻചാനെ തട്ടിക്കൊണ്ടുപോയതിന് എനിക്ക് എത്ര ധൈര്യം ഉണ്ടടാ ഷിൻചാനെ തട്ടിക്കൊണ്ടുപോകാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിന്നൊക്കെ ഞാൻ എന്താ കാട്ടിന്? എന്നെ കൊല്ലണ മുമ്പ് നീ ഈ ഒരു കാര്യം കേക്ക്. എന്നാ കാര്യം? വേഗം പറയ്. എന്താണ്? വേഗം പറയ്. എൻ്റെ മേലിൽ ഒരു ബോസ് ഉണ്ട്. അവൻ്റെ പേരാണ് ജോക്കർ. അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അവൻ ആരെന്ന് എനിക്കറിയണ്ട. പക്ഷെ നീ തട്ടിക്കൊണ്ടല്ലേ, അപ്പം നിന്നെ ഞാൻ കൊല്ലടാ. അവൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. ഷിൻചാനെ വേമ്പാ, നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം. ഇവിടെ നിൽക്കുന്ന അത്ര സേഫല്ല കാര്യം എനിക്കറിയാം. വേമ്പാ ഷിൻചാനെ, ഏതായാലും നമുക്ക് പേരേക്ക് പോവാം. ആ ജോക്കർ ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അവനെങ്ങോട്ട് 2 പാഠം പഠിപ്പിച്ച് തുടരണം എനിക്ക്. അവനെ ഞാൻ ഇതേമാതിരി തീർക്കും ഷിൻചാനെ, നീ പേടിക്കണ്ട. ഇങ്ങനെ എൻ്റെ ധൈര്യമുള്ള ഒറ്റൊരാളും ഈ സിറ്റിയിൽ നിൽക്കരുത്. അപ്പം നമ്മൾ പെരയിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി വേഗം പോകാം. ഷിൻചാനെ നീ ഏതായാലും പേടിക്കണ്ട, നമുക്ക് ആ ജോക്കറിനെ പിടിക്കാം. അവൻ ചിലപ്പോൾ ഇനി നാളെ ആരേക്കരം തട്ടിക്കൊണ്ടാവുമെന്ന് അറിയില്ലല്ലോ. എൻ്റെ അത്ര ശക്തിമാൻ ആരും ഇവിടെ വരാൻ പാടില്ല. ഓക്കെ, ആരെ വിളിക്കുന്നേ? തരാ. ഹോഹോ, ഞാനാണ് ജോക്കർ. നീ ഷിൻചാനെ രക്ഷപ്പെടുത്തില്ലേ? ഇനി നിന്റെ വീട്ടിൽ നിന്ന് നാളെ ഒരാളെയും ഞാൻ തട്ടിക്കൊണ്ട് പോകും. നീ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമാടാ. നീ എവിടെയാണടാ? ഞാൻ തന്നെ നിൻ്റെ അപ്പുറത്ത് വരുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. നീ ആണെങ്കിൽ വാ, എൻ്റെ ഈ സ്ഥലത്തേക്ക് ഞാൻ സ്ഥലം നിനക്ക് ലൊക്കേഷൻ വിട്ട് തരണോ? നീ അവിടേക്ക് വാടാ. നീ വരണ്ട ഷിൻചാനെ, ഞാൻ ഏതായാലും പോയിട്ട് വരാം. അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കി കാര്യം. ഷിൻചാനെ നീ ഇവിടെ നിന്നോ, നീ എൻ്റെ പിന്നാലെ വരണ്ട ഷിൻചാനെ. നീ വണ്ടി വന്നോ? ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാനേതായാലും വേഗം പോവട്ടെ. അവനെ വേഗം പിടിച്ചെടുക്കണം എനിക്ക്. അവൻ്റെ രണ്ട് കാലും കജ്ജും അടിച്ച് അതിൻ്റെ എല്ലാം ഒടിക്കണമെങ്കിൽ ഏതായാലും ഞാൻ വേഗം പോട്ടെ. അവനെ വെറുതെ വിടാൻ പറ്റൂല അങ്ങനെ. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് അവൻ അവിടെ ഉണ്ട് തോന്നുന്നു. ഏതായാലും വേഗം പോയോക്കട്ടെ. ഫ്രാങ്ക്ലിനെ, നീ ഇങ്ങോട്ട് വന്നോ? ഇനി നിന്റെ അന്ത്യം കുറുക്കാനായിട്ട് നീ ഇങ്ങോട്ട് വന്നിക്കണം. ഫ്രാങ്ക്ലിനെ, ഇനി ഞാനാ നിന്നെ നശിപ്പിക്കുന്നത്, എൻ്റെ ആൾക്കാർ അല്ല. നിന്നെ ഞാൻ ഫ്രാങ്ക്ലിനെ. ജോക്കറെ, നിന്നെ ഞാൻ പിടിച്ചോ. മൂന്നൊക്കെ ഇട്ടടി. അടാ നീ എന്നെ അടിക്കുന്നു. പിടിച്ചോ. ഇന്നാ നിൻ്റെ സ്പാംസ്. അങ്ങനെ തന്നെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. യെസ്, പോലീസുമാർ വരുമ്പോഴത്തേനും വേഗം അങ്ങോട്ട്. യെസ്, അവൻ ചത്തിട്ടൊന്നുമില്ല ഏതായാലും. യെസ്, വീഡിയോ എത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.